ഹായ് ഗൈസ്, ഒരുപാട് നാളായി നമ്മളിങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ബാക്ക് ടു എവിടെയാണ് നമ്മൾ പോണത്. ഇന്ന് ഫുള്ള് ഞങ്ങളുടെ ഡേ ഔട്ടാണ്. ഞങ്ങൾ മൂവിക്ക് പോവും, ഫുഡ് കഴിക്കാൻ പോവും, പിന്നെ ഒരാളുടെ മുടി കളർ അടിക്കാൻ പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. പിന്നെ ഒരു സ്ഥിരം പോസ്റ്റ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എപ്പോഴും ഒരു പോസ്റ്റ് തന്നെ കൂട്ടുകാരുണ്ടാവില്ല. അവനും വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് 3/4 മണിക്കൂർ മുമ്പ് അവൻ റെഡി ആയിക്കൊണ്ടിരിക്കണായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 11:45 1 മണിയായി. എന്നിട്ടും വരാത്ത നിങ്ങളുടെ കൂട്ടുകാരനില്ലേ, അവനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ചെനിക്ക് പറയാനുണ്ട്. ഫേക്ക് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയോ ഫേക്ക് ഫ്രണ്ട്സിനെ പറ്റി ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അവനെ ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം. വളരെ ചെറുപ്പത്തിലോട്ട് 22 വർഷത്തെ ബന്ധമുണ്ടാ, എന്നിട്ട് ഇപ്പോഴും അവൻ ഫേക്ക് ഫ്രണ്ട്സ് അടിച്ചോണ്ടിരിക്കണം എല്ലാ വർഷവും. അവൻ വരൂപ്പ, അവനൊന്ന് വിളിക്കടാ. ഒരു എന്നെ വരവ് ഞാൻ കാണിച്ചുതരാം. പറ്റുമെങ്കിൽ നിങ്ങളെ ആ ടേക്ക് ഞാൻ എടുത്ത് കാണിച്ചാൽ. എന്താടാ, ഞങ്ങളിപ്പോ ഈ റോഡിൽ തന്നെ ഇട്ടേക്കണം. പുള്ളി ഇവിടെ നിന്ന് പറന്നു വന്നിട്ട് വണ്ടി കൊണ്ടു ഇടിച്ചിട്ടൊന്നും എനിക്ക് സംശയമുണ്ട്. നോക്കാം. അന്തരില്ലേ, സ്വന്തം കൂട്ടുകാരനാണ്ട. 22 വർഷത്തെ ബന്ധമാണ്. അവന്റെ വീട്ടിലേക്കില്ലേ മാപ്പ് ഇട്ടുകൊണ്ട് അവന്റെ അടുത്ത് ചോദിച്ചേ എവിടെ തിരിച്ചപ്പോ 8 മിനിറ്റിനുള്ളിൽ എത്തുന്നു. ഇത്ര വർഷമായി. ഡേവിക്കെപ്പോഴും എന്റെ വീടാണ്, അബിയുടെ വീടിന്റെ കൂടെ വരേണ്ടത്. എന്നിട്ട് പോലും അവൻ അറിയില്ല എവിടെയാ വരേണ്ടത്. അബി 8 മിനിറ്റ് എന്നല്ല അവൻ പറഞ്ഞത്. 8 മിനിറ്റിനുള്ളിൽ പുള്ളി എത്തും. സ്വന്തം വീട്ടിലേക്കുമില്ലേ മാപ്പിട്ടാ പോണേ ഓഫീസിന്ന്. എന്താ ചെയ്യാ, ഇപ്പൊ വരുവട്ടെ സാധനം. മഞ്ഞില്ല, കൊറേ നേരം വെയിറ്റ് ചെയ്യണേ. എന്താണ് വാഴ ഞാൻ വെട്ടാ വാഴ വെയിറ്റ് ചെയ്യും. അവൻ മഞ്ഞണ്ട് ഒരു കറിച്ചട്ടി പോലത്തെ ഹെൽമെറ്റ് വെച്ചിട്ട് ഇപ്പൊ വരും. എന്താ പറഞ്ഞു വെളിയാ എന്താ വഴി തെറ്റിപ്പോയാനി. ഞാൻ ഓൾറെഡി വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ, നീ എടുത്തോണ്ടോ അത്ര മതി, പിന്നെ കാശ് കൊടുക്കണോട്ടോ. എന്താണ് ഇപ്പൊ ചെയ്യണേ? ഞാൻ ഇവരോട് പറഞ്ഞാണ് അവന്റെ വഴി നമ്മുടെ ബിസ്തർ ഷാർബില്ലേ, അവിടെ ബിരിയാണി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. പുള്ളി ഷാർബ എക്സ്പ്രസിന്റെ അവിടെ ഞാൻ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഹോട്ട് വീൽസ് എന്ന് വെച്ചാൽ ഞാൻ ഓഫ് റോഡ് കാസ് മാത്രമേ ബൊലേറോ വെക്കാറുള്ളൂ. നമ്മുടെ 4 വണ്ടി ഇപ്പം ഉണ്ട്. അതിൽ 3 ഹോട്ട് വീൽസ് ആണ്. ഒരെണ്ണം വേറൊരു ജിംനി എന്ന് പറഞ്ഞിട്ട്, ജിംനി തന്നെ പക്ഷെ വേറൊരു ബ്രാൻഡായിട്ട് ചെയ്യണ സാധനമാണ്. അതിൽ ഇത് 72 മോഡൽ ജീപ്പാണ് ജിംനി. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാലോ, യൂണിമോണി ബെൻസിന്റെ. പിന്നെ ഫോർഡ് ബ്രോൺകോ. നിങ്ങളുടെ ഫേക്ക് ഫ്രണ്ട്സ്, ഫേക്ക് ഫ്രണ്ട് ആണ് ഈ വന്നത്. എടാ പോടാ, ഗ്ലാസ് കഞ്ചി പോണ്ട് വെക്ക് പാരക്ക്. ഫേക്ക് ഫ്രണ്ട്സ്. ഞാൻ നിന്റെ മുടി കാണാൻ കൊള്ളാല്ല തിരിഞ്ഞ്. ഓ ഞാൻ കൊള്ളാലേ വന്നേ. പിന്നെ ഞാൻ കേറ്റൂല. ഡോർ തുറന്നോർത്താടാ അതിന്. എടാ രാവിലെ നീ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതായിട്ടാ സന്തോഷാനായി ഏട്ടാ. രാവിലെ വീട്ടിൽ വരാന്ന് പറഞ്ഞാണ് കൃത്യമായിട്ട്. ഇപ്പൊ സമയം 1 മണിയേ. അപ്പൊ നമുക്ക് പോവാം. യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ ഗൈസ്, ഇയാളെ നമ്മൾ വിട്ടിട്ടുണ്ട്. നമ്മള് കോപ്പർ ബ്രൗണാ പറഞ്ഞത്. ഇവിടെ നമ്മുടെ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്. അയ്യേ ചിരിക്കലടന്നാന്ന് അധികം കേട്ടാ. നമ്മൾ കോപ്പറൊക്കെ അടിച്ചിട്ട് വരാം. ഇപ്പോൾ കണ്ടല്ലോ, മുടി കണ്ടല്ലോ നോർമലായിട്ട് ഫുൾ ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് കോപ്പർ അടിക്കാൻ നല്ലതെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഇരിക്കുന്നത്? അയ്യാ, ഇനി അവർ കളർ ആദ്യം വെട്ടും, പിന്നെ കളർ ചെയ്യോ അല്ലെങ്കിൽ കളർ ചെയ്തിട്ടാണ് വെട്ടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവർ നോക്കിയിട്ട് പറയും. ആണോ ചോദിച്ചാ കളർ ചെയ്തിട്ടാണ് വെട്ടണത് ഗൈസ്. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് കളറിങ് നടക്കാണ്. ഹായ് ഗൈസ്, അങ്ങനെ അമ്പലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കളർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞത്. ഞങ്ങളൊരു സാധനം ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് എൻ്റെ മുടി കളറാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് അവൻ അയച്ചു കൊടുക്കും. അവൻ എന്താ പറഞ്ഞതെന്ന് നോക്കട്ടെ. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ ചെയ്യരുതെന്നാണ് പറഞ്ഞത്, ഹെയർ കളർ ചെയ്യരുതെന്ന്. ഇപ്പോൾ ഞങ്ങൾ എഡിറ്റ് ചെയ്തുണ്ടാക്കിയാണ്. അല്ലേ ഞാൻ എന്താ അഭിപ്രായം? അപ്പോൾ ഇപ്പോൾ നമ്മൾ അവനിത് അയച്ചു കൊടുക്കും. ഇപ്പോൾ അല്ല കുറച്ച് കഴിയുമ്പോൾ ഗ്രൂപ്പിലുള്ള അപ്പോൾ അവൻ എന്ത് പറയുന്ന നോക്കാം. അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ഞാൻ അവനിപ്പോൾ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ഏത് കളർ അടിക്കണമെന്ന് നോക്കാം. ഇതാണ് ഹെയർ കളറിൻ്റെ ബോർഡ്. അപ്പം അമ്മൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കണം ഞാൻ ഈ റെഡ് അടിക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ഇത് റെഡ്, പ്ലം, സോ റെഡ്, വാം ബ്രൗൺസ്,
ഇത് ഹൈലൈറ്റാണ് എന്താ ഹൈ ലിഫ്റ്റ്സ് ചോക്ലേറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അത് ഞാൻ അടിക്കാൻ പോണെന്ന് പറഞ്ഞത് അവനെ പറ്റിക്കാൻ പറഞ്ഞ പ്രാങ്കാണ് ഈ സാധനം. ഇതല്ലെങ്കിൽ ഇത് അല്ലേ, ഇതാന്ന് തോന്നുന്നു കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. ഇതാ പറയണം അവനെ അയച്ചു കൊടുക്കാൻ വേണ്ടി പോകണം. ഞാൻ കുറേ നാളെ ആഗ്രഹിക്കണത് സിൽവർ പ്ലേറ്റ് കിട്ടാൻ വേണ്ടി. ഇതൊക്കെ ഫ്രീ ആയിട്ട് സിൽവർ പ്ലേറ്റ് കിട്ടി 3-4 എന്താ ചെയ്യുക. ഇഷ്ടപ്പെട്ട മറ്റേ ഈജിപ്തിലെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് തലയിൽ പ്ലേറ്റൊക്കെ